നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 792nd day. Today 14th sloka of Pradhama Skandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 792 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാം അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം. അന്തസ്ഥ സർവഭൂതാനാമാത്മാ യോഗീശ്വരോ ഹരി സ്വമായയാ വൃണോദ്ഗർഭം വൈരാട്യാ കുരുതന്തവേ. ഓം തത്സത്. അന്തസ്ഥ സർവഭൂതാനാമാത്മാ യോഗീശ്വരോ ഹരി സ്വമായയാ വൃണോദ്ഗർഭം വൈരാട്യാ കുരുതന്തവേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗീശ്വര ഹരി സ്വമായയാ ആവൃണോത് ഗർഭം വൈരാട്യ കുരു തന്തവേ. അതായത് അന്തസ്ഥ ഉള്ളിലിരിക്കുന്ന സർവഭൂതാത്മാ സർവഭൂതങ്ങളുടെയും ആത്മാ സർവഭൂതാനാത്മാ ആത്മാ സർവഭൂതാനാം ആത്മാ അതായത് സർവഭൂതങ്ങളുടെയും ആത്മാവായിട്ടുള്ള യോഗേശ്വരനുമായ ഹരി കൃഷ്ണൻ സ്വമായയ സ്വന്തം മായയാൽ അതായത് സ്വകീയ ശക്തിയാൽ വൈരാട്യ വിരാട രാജാവിൻ്റെ മകളുടെ ഗർഭത്തെ കുരുതന്തവേ കുരുവംശ സന്തതിക്ക് വേണ്ടി ആവരണം ചെയ്തു. സകല ഭൂതങ്ങളുടെയും അന്തര്യാത്മിയായിട്ടുള്ള അണിമാദിയോഗ സിദ്ധികളെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ആ മഹാപ്രഭുവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ കുരുവംശം അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ള ഉത്തരാഗർഭസ്ഥിതനായിട്ടുള്ള ആ ബാലനെ രക്ഷിക്കാനായിക്കൊണ്ട് സ്വന്തം ശക്തി കൊണ്ട് സ്വന്തം മായാശക്തി കൊണ്ട് ഉത്തരയുടെ ഗർഭത്തെ മരിച്ചു. നമ്മൾ 2 ശ്ലോകം മുന്നേ സൂതൻ പറയുന്നതിന് മുന്നേ കേട്ടു. ഉത്തരാദേവി ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് ഓടിക്കിതച്ചുകൊണ്ട് ഉത്തരാദേവി വന്നിട്ട് പാഹി പാഹി മഹായോഗിൻ എന്ന് പറഞ്ഞ് തന്നെ വധിച്ചുകൊള്ളട്ടെ, തൻ്റെ ഗർഭത്തെ രക്ഷിക്കണമേ. എന്തെന്നാൽ ആ ഗർഭമാണ് കുരുവംശത്തിന് ഇനി ആശ്രയമായിട്ടുള്ളൂ. ആ ഒരു ഗർഭത്തിൽ വേണം ഈ പാണ്ഡവ വംശം ഉണ്ടാകാൻ. ലോകത്തില്ലെങ്കിൽ അതോടുകൂടി പാണ്ഡവ വംശം ഇല്ലാതായിത്തീരും. അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തരാദേവി അഭിമന്യുവിൻ്റെ പുത്രനോ പുത്രിയോ തൻ്റെ ഗർഭത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചതിന് ശേഷമാണ് നാം സൂതൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. ആ ഉത്തരാദേവിയുടെ ഗർഭത്തെ ഭഗവാൻ സ്വന്തം ശക്തി കൊണ്ട് സ്വന്തം മായാശക്തി കൊണ്ട് മറച്ചു. അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രം പാഞ്ഞു വരുന്ന ആ ഉത്തരാദേവിയുടെ നശിപ്പിക്കാൻ പോകുന്ന ഉത്തരാദേവിയുടെ ഗർഭത്തെ ഭഗവാൻ സ്വന്തം മായാശക്തി കൊണ്ട് മറച്ചു എന്നാണ് പറയുന്നത്. ആ ഭഗവാനെയാണ് സർവഭൂതങ്ങളുടെയും അന്തര്യാത്മിയായിട്ടുള്ള സർവസിദ്ധികളും
ഭക്തന്മാർക്ക് നൽകുന്ന മഹാപ്രഭുവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് സൂതൻ പറയുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി. അന്തസ്തർവഭൂതാനാം ആത്മാ യോഗീശ്വരോ ഹരി സ്വമായയാ വൃണോദ്ഗർഭം വൈരാഢ്യാകുരു തന്തവേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.